മമ്മൂട്ടി മികച്ച നടൻ. ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി മലയാളം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 72ാമത് ദേശീയ പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി മലയാളം. മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 4ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമായി പുരസ്കാരം പങ്കിടുകയായിരുന്നു. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയമാണ് കാർത്തിക്കിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടി യാമി ഗൗതമാണ്. ആർട്ടിക്കിൾ 370 എന്ന ചിത്രമാണ് യാമിയെ മികച്ച നടിയാക്കിയത്. മികച്ച ഗായികയെ വൈക്കം വിജയലക്ഷ്മി തെരഞ്ഞെടുക്കപ്പെട്ടു. കോവിഡ് രോഗവ്യാപനത്തിൽ കേരളം മുന്നിൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് നിലവിൽ രോഗവ്യാപനം കൂടുതലായി കാണപ്പെടുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത് കേരളത്തിലാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും തുടർച്ചയായ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വിട്ടുനിന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുന്നു. കോട്ടയം ജില്ലയിൽ ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കാൻ സതീശൻ എത്തിയിരുന്നിട്ടും അനുസ്മരണ ചടങ്ങിലേക്ക് അദ്ദേഹം ക്ഷണം ലഭിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തുടർച്ചയായ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിക്കുകയും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ പദവിയിലെത്തുകയും ചെയ്ത ശേഷമുള്ള ആദ്യ അനുസ്മരണ സമ്മേളനമായിരുന്നു ഇത്. ഫിഫ ലോകകപ്പിൽ 3ാം സ്ഥാനക്കാർക്കായുള്ള ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ. സെമി ഫൈനലിൽ യഥാക്രമം സ്പെയിനോടും അർജന്റീനയോടും പരാജയപ്പെട്ടാണ് ഇരു ടീമുകളും 3ാം സ്ഥാനത്തിനുള്ള പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ഫ്രഞ്ച് തന്ത്രജ്ഞൻ ദിദിയൻ ദശാംസിന്റെ പരിശീലകനായുള്ള 187ാമത്തെയും അവസാനത്തെയും മത്സരമാണിത് എന്ന പ്രത്യേകതയും ഇന്നത്തെ പോരാട്ടത്തിനുണ്ട്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൻ ക്ലാസ് റോക്കറ്റായ വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഈ ചരിത്ര വിക്ഷേപണം. കാർമേഘങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരുന്നിട്ടും നിശ്ചയിച്ച സമയത്ത് തന്നെ റോക്കറ്റ് വിജയകരമായി പറന്നുയർന്നു. CJP വേദിയിലെ പ്രതിഷേധത്തിൽ സംഘർഷം. അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കുന്ന സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. അഭിജിത് ദീപ് കെ വീട്ടു തടങ്കലിലാണെന്ന് CJP പറഞ്ഞു. ഡൽഹി പോലീസിന്റെ ഈ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവജന സംഘടനകളുടെ സമരം തെരുവിൽ ശക്തമാവുകയാണ്. KSU മുഖ്യമന്ത്രി തർക്കങ്ങളിൽ വി ഡി സതീശന്റെ പ്രതികരണങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KSU പ്രവർത്തകർക്ക് വിഷമമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് സമ്മതിച്ച അദ്ദേഹം, എന്നാൽ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, മറിച്ച് ഉചിതമായ പാർട്ടി വേദികളിലാണ് ആദ്യം ഉന്നയിക്കേണ്ടതെന്ന് വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 560 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,05,080 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 70 രൂപയാണ് കൂടിയത്. 13,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇറാൻ സംഘർഷം കനത്തതോടെ എണ്ണവില കുതിച്ചുയർന്ന് അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കൂടാതെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുറസായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ യൂണിറ്റിലാണ് അപകടമുണ്ടായത്. ഫാക്ടറി നിയമപരമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.